വൈ ദിസ് കൺട്രി ദിസ് മച്ച് ഓഫ് കറപ്ഷൻ. അപ്പോൾ ഇതിനാന്ന് പറയുന്നത് കറപ്ഷൻ ഈസ് എ പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ്. എവിടെ ആരോഗ്യമുണ്ടോ അവിടെ ലൈബോയ് ഉണ്ട്, ലൈബോയ് ഉള്ളിടത്ത് ആരോഗ്യമുണ്ട്. വികസനമുണ്ടോ അഴിമതിയുണ്ട്. അങ്ങനെ നമ്മൾ മാധവ് ഗാഡ്ഗിൽ സാറിനോട് ആ റിപ്പോർട്ടോട് മലയാളി നീതി പുലർത്തിയില്ല. ഉള്ളടക്കത്തോടല്ല, അകത്തോട്ട് ഞാൻ കയറിയിട്ടില്ല, വണ്ടിക്കകത്തേ കയറിയിട്ടില്ല, ഞാൻ പുറത്തു നിന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തോട് നമ്മൾ നീതി പുലർത്തിയില്ല. തുറന്നു നോക്കാൻ പി.ടി. തോമസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് 10,500 പേരെ നെടുങ്കണ്ടത്തൊരു മീറ്റിങ്ങിന് വിളിച്ചു കൂട്ടിയ ഒരു ഹാളിൽ ആ സെമിനാർ നടത്താൻ സമ്മതിക്കണ്ടേ? സെമിനാർ നടത്താൻ സമ്മതിച്ചില്ല, അടിച്ചു പൊളിച്ചു. അദ്ദേഹത്തിൻ്റെ ശവമഞ്ച ഘോഷയാത്ര നടത്തി. എന്തിന്? ഒന്നും പറ്റിയില്ല. എന്നാൽ ഗവൺമെൻറ് എന്ത് ചെയ്ത് കളഞ്ഞു? പേടിച്ചുപോയി. എഞ്ചിനീയർമാർ വിചാരിക്കണം നമുക്ക് കണ്ണടച്ചു കൊടുക്കാം, റിപ്പോർട്ട് എഴുതണം വിചാരിക്കും നമുക്ക് കണ്ണടയ്ക്കാം, നമുക്കും പോരട്ടെ പണം, എനിക്കും കിട്ടട്ടെ പൈസ എന്ന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പും കോൺട്രാക്ടറും പിന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് സംവിധാനവും എല്ലാവരും കൂടി ചിന്തിച്ചാൽ സമൂഹത്തിന് ദുരന്തമല്ലേ വരത്തുള്ളൂ. ശ്രീ മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഒരു എക്കോളജിയാണ് പുള്ളി സാറ് പഠിച്ചിട്ടുള്ളത്. എക്കോളജിസ്റ്റ് ഒരു ദിവസം രാവിലെ ഇരുന്നപ്പോൾ വിചാരിച്ചു, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഗോവയിലും കൂടെയൊക്കെ പോകുന്ന ഒരു വെസ്റ്റേൺ ഘാട്ട് ഉണ്ട്, പശ്ചിമഘട്ടമുണ്ട്. ഇന്ത്യയുടെ പടിഞ്ഞാറ തീരത്ത് കിടക്കണോണ്ടാണ് ഈ പശ്ചിമഘട്ട പേര് വന്നത്. അവിടെ പോയി കുറച്ച് പഠിച്ചു കളയാം എന്ന് വിചാരിച്ചതല്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉൾവിളിയും ഇല്ലായിരുന്നു. ഗവൺമെൻറ് വർഷങ്ങളായി വെസ്റ്റേൺ ഘാട്ട് നശിച്ചു പോകുന്നുവെന്ന് മനസ്സിലാക്കി ഐക്യരാഷ്ട്രസഭ വെസ്റ്റേൺ ഘാട്ടിനെ ഒരു ഹോട്ട്സ്പോട്ടായിട്ട് പ്രഖ്യാപിച്ചു. അവരുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ലോകത്ത് സംരക്ഷിക്കേണ്ട മലനിരകളായിട്ട് പ്രഖ്യാപിച്ചു. നീലഗിരി ബയോസ്ഫിയർ മലനിരകളായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ഒരു വിദഗ്ധനായ ഒരാളെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 10-20 പേരെയും ഉള്ള ഒരു കമ്മിറ്റി ഗവൺമെൻറ് വെച്ചത്. അല്ല ചുമ്മാ ഗാഡ്ഗിൽ അങ്ങനെ പറഞ്ഞ് കളിക്കരുത്. 25 പേർ 10-20 പേരുള്ളൊരു കമ്മിറ്റിയാണത്. ഒരുപാട് പേരുണ്ട്. കേരളത്തിലെ ബയോഡൈവേഴ്സിറ്റി ചെയർമാൻ വർമ്മ സാർ, പഴയ വിജയൻ സാറ്, ഒരുപാട് പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അവർ പഠനങ്ങൾ നടത്തി, കുറേ പഠനങ്ങൾ നടത്തി. അവർ റിപ്പോർട്ട് കൊണ്ടുവന്നു. റിപ്പോർട്ട് അവർ 3 മേഖലയായിട്ട് തിരിച്ചു വെച്ച് മാറ്റത്തെ. സോൺ 1 വലുതായിട്ട് കുറേ അധികം ഇടപെടാൻ പറ്റുന്ന മേഖല. സോൺ 2 കുറച്ച് ഇടപെടേണ്ട മേഖല. സോൺ 3 അത്ര കണ്ട് ഇടപെടരുത്, ഈ ചരിവൊക്കെ വെച്ചിട്ട്. ഓക്കെ, എന്ത് കൃഷി ചെയ്യാം ഓപ്ഷനാണേ, അല്ലാതെ ഫൈനൽ അദ്ദേഹം അല്ലല്ലോ തീരുമാനിക്കുന്നത്. എങ്ങനെ കൃഷി ചെയ്യാം, കോറി വേമോ, കോറി എത്ര, ഇങ്ങനെയുള്ള കുറേ റെക്കമെൻഡേഷൻസാണ്. ആ പഠന റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത റെക്കമെൻഡേഷനാണ്. റെക്കമെൻഡേഷനായ എടുക്കാതിരിക്കാം, തള്ളിക്കളയാം, സമ്പൂർണ്ണമായിട്ട് തള്ളിക്കളയാം, ആരും അടിക്കത്തില്ല. ഒരു റിപ്പോർട്ടല്ലേ. പക്ഷേ ഇവിടെ ഗാഡ്ഗിലിൻ്റെ സംഭവിച്ചത്, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വന്നു. റിപ്പോർട്ട് ഇങ്ങോട്ട് പബ്ലിഷ് ചെയ്ത് അതങ്ങോട്ട് പോപ്പുലറൈസ് ചെയ്യുന്നുമ്പേ തന്നെ അതിൻ്റെ ചോർത്തി അതിനകത്തുള്ള ഭാഗങ്ങളും പല രൂപത്തിൽ പുറത്തു വന്നു. അപ്പോൾ ആശങ്കകളായി ആളുകൾക്ക്. സോൺ 1 പറ്റൂലേ, നമ്മൾ സോൺ 1 സോൺ 2 സോൺ 3 എന്നൊക്കെ അവർ ബഹളം ഉണ്ടാക്കി. ഈ ബഹളം സാധാരണക്കാരുണ്ടാക്കി. ഇനി കപ്പ കൃഷിയാക്കൂല, റബ്ബർ കൃഷിയാക്കൂല, ഇഞ്ചി കൃഷിയാക്കൂല, എല്ലാം എന്താ പോകാൻ പോകുന്നു, നിങ്ങളെ ഭൂമി പിടിച്ചെടുക്കാൻ പോകുന്നു. ഇങ്ങനെ വളരെ വ്യാപകമായിട്ട് എന്ത് നടന്നു? പ്രചരണം നടന്നു. ഇതാരാ നടത്തിയത്? കൊല്ലുന്നതാരോ അവൻ തന്നെയാണ് കൊലയാളി എന്ന് പറഞ്ഞിട്ട് കൊലയാളിയെ പിടിക്കാനായിട്ട് ഓടിയത്. ആരാണോ കുത്തി കൊന്നത് അയാൾ തന്നെ ഓടുകയാണ് കൊലയാളി പിടിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ആരാണോ പശ്ചിമഘട്ടത്തേക്ക് നശിപ്പിച്ച സംഘങ്ങൾ അവർ തന്നെ പറയുകയാണ് ഇതോ സംഭവിക്കുകയാണെന്ന്. അപ്പോൾ അവർ പാവങ്ങളെ ഇളക്കി വിട്ടു. ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരുപാട് പാവങ്ങൾ അതിനകത്ത് ചെന്ന് പെട്ടു. പള്ളി സംഘടനകളും മതസംഘടനകളും എല്ലാവരും ഇതിനകത്ത് വീണുപോയി. അവരെന്ന് ഞാൻ കുറ്റം പറയുകയല്ല, അവരൊന്ന് റിപ്പോർട്ട് സമഗ്രമായി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തില്ല. പി.ടി. തോമസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് 10,500 പേരെ നെടുങ്കണ്ടത്തൊരു മീറ്റിങ്ങിന് വിളിച്ചു കൂട്ടിയ ഒരു ഹാളിൽ ആ സെമിനാർ നടത്താൻ സമ്മതിക്കണ്ടേ? സെമിനാർ നടത്താൻ സമ്മതിച്ചില്ല, അടിച്ചു പൊളിച്ചു. അദ്ദേഹത്തിൻ്റെ ശവമഞ്ച ഘോഷയാത്ര നടത്തി. എന്തിന്? ഒന്നും പറ്റിയില്ല. എന്നാൽ ഗവൺമെൻറ് എന്ത് ചെയ്ത് കളഞ്ഞു? പേടിച്ചുപോയി. അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ 2 പേജോ 3 പേജോ പരസ്യം പോലെ ഇത് ഇടണമായിരുന്നു, റിപ്പോർട്ടിൻ്റെ ശുപാർശകൾ. എന്നിട്ട് ജനകീയ ചർച്ചയ്ക്ക് വെക്കണമായിരുന്നു. പക്ഷേ ഗവൺമെൻറ്റും പേടിച്ചുപോയി. വോട്ടൊക്കെ ഉണ്ട് അതിനകത്ത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടെ ആണല്ലോ ജനാധിപത്യത്തിൽ, നമ്മളാരെയും കുറ്റം പറയണ്ട. അതും എല്ലാം കൂടെ വന്നപ്പോൾ
ഗവൺമെൻറ്റും പേടിച്ചു പോയി. ഗവൺമെൻറ് ഉടനെ കസ്തൂരിരംഗൻ റിപ്പോർട്ടായി. അത് കഴിഞ്ഞ് ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ടായി. റിപ്പോർട്ടുകൾ അങ്ങോട്ട് പോട്ടെ. മാധവ് ഗാഡ്ഗിലെ എന്തിനാണ് ഇത്രയും തെറി പറയുന്ന ആളുകൾ? അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ തന്നെ കോലം കത്തിക്കുക. അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ താമസിക്കുന്ന മാധവ് ഗാഡ്ഗിൽ എന്തെന്നേ ഇവിടെ ഇപ്പോൾ സംരക്ഷിച്ചാലും സംരക്ഷിച്ചില്ല എന്തെന്നേ അയാൾ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞെന്തിനാ? നമുക്ക് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടല്ലേ, നമുക്ക് വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണം. ഒരു സമൂഹം എന്നുള്ള നിലയിൽ തള്ളേണ്ടത് തള്ളണം, കൊള്ളേണ്ടത് കൊള്ളണ്ടാ മതി. ഇത് റിപ്പോർട്ടേ തൊടൂല, റിപ്പോർട്ടേ ചർച്ച ചെയ്യൂല, അത് തുറക്കൂല ഞങ്ങൾ. ഇനി അത് പോട്ടെ, തുറന്നില്ല, ആരടാ ഇത് തയ്യാറാക്കിയത്? അവനെ ക്രൂശിക്കുക, അയാളെ ക്രൂശിക്കുക. അത് പാടില്ല. അത് നമ്മൾ വലിയ പാപമാണ് ചെയ്തത്. അങ്ങനെ പാടില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ ഞാനിവിടെ ജീവിച്ചിരിക്കും, 5 വർഷത്തിനകത്ത് നമുക്കിത് കാണാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. 5 വർഷം ആയില്ല അദ്ദേഹം പറഞ്ഞിട്ട്, നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് ചാനലിൽ. അപ്പോൾ മാധവ് ഗാഡ്ഗിൽ സാറിൻ്റെ റിപ്പോർട്ട്, മാധവ് ഗാഡ്ഗിൽ സാർ ഒരു വലിയ ആളാണ്, വലിയ റിപ്പോർട്ടാണെന്ന് വെച്ചോളൂ. കുട്ടി മാധവ് ഗാഡ്ഗിൽമാർ ഒരുപാടുണ്ട് ഇവിടെ. ഓരോ റിസർച്ച് സെൻറ്ററിലും മാധവ് ഗാഡ്ഗിൽമാരുണ്ട്. ഓരോ സ്കൂള് അധ്യാപകൻ പോലും മാധവ് ഗാഡ്ഗിലിൻ്റെ മോഡലുണ്ട് ഇവിടെ. കോളേജ് പ്രൊഫസർമാരുണ്ട്. അവരൊക്കെ റിപ്പോർട്ടുകൾ പഠിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം അവർ പുറത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കണ്ടേ? റിപ്പോർട്ടുകളൊന്നും എടുക്കില്ല, പരിഗണിക്കില്ല, വായിക്കില്ല. അവന് വട്ട് അല്ലെ, അവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കുന്നത് എന്ന് തോന്നുന്ന, നമുക്കിങ്ങനെ ജീവിച്ചാൽ പോരെ എന്ന് തോന്നുന്നൊരു വികാരമുണ്ട്. അങ്ങനെ നമ്മൾ മാധവ് ഗാഡ്ഗിൽ സാറിനോട് ആ റിപ്പോർട്ടോട് മലയാളി നീതി പുലർത്തിയില്ല. ഉള്ളടക്കത്തോടല്ല, അകത്തോട്ട് ഞാൻ കയറിയിട്ടില്ല, വണ്ടിക്കകത്തേ കയറിയിട്ടില്ല, ഞാൻ പുറത്തു നിന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തോട് നമ്മൾ നീതി പുലർത്തിയില്ല. തുറന്ന് നോക്കാൻ നമ്മൾ തുറന്ന് നോക്കണമായിരുന്നു. കുഴപ്പമുണ്ടെങ്കിൽ അത് വിമർശിക്കണമായിരുന്നു. അത് തുറന്നില്ല. നമ്മൾ തുറക്കണമായിരുന്നു തീർച്ചയായിട്ടും. അതിലൊരു പൊളിറ്റിക്സും ഇല്ലേ? പൊളിറ്റിക്സ് ഉണ്ട്, വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ആളുകൾ ബഹളം ഉണ്ടാക്കിയപ്പോൾ അതാണ് ശരിയെന്ന് ഗവൺമെൻറ് നിൽക്കേണ്ടി വന്നു. ഇരിങ്ങാലക്കുടയിൽ റെയിൽവേ സ്റ്റേഷൻ വരാൻ സമയത്ത്, ഇപ്പോൾ ഇരിങ്ങാലക്കുട ടൗണിലല്ല റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്നത്, കുറച്ച് മാറിയിട്ടാണ്. ഇരിങ്ങാലക്കുട ടൗണിലുള്ള ആളുകൾ, ഇപ്പോൾ ടൗണായി ഡെവലപ്പ് ചെയ്ത ആളുകൾ, അവിടെയുള്ള ആളുകൾ ബഹളം ഉണ്ടാക്കി, സമരം ചെയ്തു. റെയിൽവേ സ്റ്റേഷൻ വന്നാൽ ഭൂകമ്പം ഉണ്ടാവുമെന്ന്. അങ്ങനെ തമാശകളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. സമരം ചെയ്തപ്പോൾ ഗവൺമെൻറ് പ്രേരിതമായി കുറച്ച് മാറ്റി വയ്ക്കാൻ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കാനടുത്ത് റെയിൽവേ സ്റ്റേഷനും ഡെവലപ്പ് ചെയ്തു, ടൗൺ ഇരിക്കാനടുത്ത് എന്ത് ഡെവലപ്പ് ചെയ്തു? ടൗണും ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ എന്ത് പറ്റി? ടൗണിൽ നിന്ന് വാട്ടവും ബസ്സും പിടിച്ച് വരണം സ്റ്റേഷനിൽ. തണ്ണീർമുക്കം ബണ്ടുണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെയായിരുന്നു. ആളുകൾ സമരം ചെയ്തു, ബണ്ട് വയ്ക്കാൻ സമ്മതിച്ചില്ല, കുറച്ച് മാറ്റിയാണ് വെച്ചിരിക്കുന്നത്, കുറച്ച് മീറ്ററുകൾ. അതിൻ്റെ ദോഷം എവിടെയുണ്ട്? ബണ്ടിനുണ്ട്. വെള്ളത്തിൻ്റെ ഗ്രേഡിയൻ്റ് നോക്കിയിട്ടല്ലേ എഞ്ചിനീയർ പറഞ്ഞത് ഇവിടെ ബണ്ട് വയ്ക്കണമെന്ന്. അതൊക്കില്ല, ഞങ്ങൾ സമരം ചെയ്യും, കുറച്ചുകൂടെ അപ്പുറത്തോട്ട് വെച്ചാൽ മതി. എഞ്ചിനീയർക്ക് എന്തേ വച്ചു, അതിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ടത് ഫങ്ഷൻ ചെയ്യുന്നില്ല. അതിൻ്റെ എന്തിനാണോ ഉദ്ദേശിച്ചത് അത് ചെയ്യുന്നില്ല. അപ്പോൾ വികസനത്തിൽ ഞാൻ വീണ്ടും പറയില്ല, ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വിദഗ്ധരും അക്കാഡമിഷ്യന്മാരും സയൻറ്റിസ്റ്റുമാരും പഠിച്ചു തരുന്ന ശുപാർശകൾ, റെക്കമെൻഡേഷൻസ് അതേപടി നമ്മൾ എടുക്കണ്ട. പക്ഷെ അത് ചർച്ച ചെയ്യണ്ടേ, അത് പരിഗണിക്കണ്ടേ, അത് നോക്കണ്ടേ? നോക്കിയില്ലല്ലോ നമ്മൾ. അതുകൊണ്ടത് അദ്ദേഹത്തോട് ആ നിലയിൽ ചെയ്തത് ശരിയായില്ല. നമ്മൾ മലയാളി അല്ലല്ലോ അദ്ദേഹത്തോട് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. തീർച്ചയായിട്ടും ഞാനൊരു സയൻറ്റിഫിക് മേഖലയിലും അക്കാഡമിക് മേഖലയിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് നമ്മളത് ചെയ്യാൻ പാടില്ല. അദ്ദേഹം പഠിച്ചു തന്നു, റിപ്പോർട്ട് തന്നു, അതിൻ്റെ ശരി തെറ്റുകൾ പറഞ്ഞു. നമുക്ക് നന്നായി ചർച്ച ചെയ്യാമായിരുന്നു. ആവശ്യമുള്ള എടുക്കുക, ആവശ്യമില്ലാത്ത എടുക്കണ്ട. പക്ഷെ നമ്മളത് ചെയ്തില്ല. ഈ തുരങ്കപാത വരുന്നു, അതും ഇതുപോലെയാണ്. തുരങ്കപാത വരുന്നു, മലയോര ഹൈവേയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു, തീരദേശ ഹൈവേയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. കേരളം എന്ന് പറയുന്ന ഭൂമിശാസ്ത്ര പ്രദേശം വളരെ ഡൈനാമിക്കാണ്. ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായൊരു ഭൂമിശാസ്ത്രമാണ്. ഇതുപോലൊരു ഭൂമിശാസ്ത്രം ഭൂമിയിലില്ല. കാരണം ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്നു, കടലിൻ്റെ പ്രത്യേകതയുണ്ട്, അടുത്ത് കിടക്കുന്നു, മലകൾ ഒരു വശത്ത് അടുത്ത് കിടക്കുന്നു, എല്ലാ പുഴകളും ഉത്ഭവിക്കുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്, എല്ലാ വികസനവും പോകുന്ന തെക്ക് നിന്ന് വടക്കോട്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് എല്ലാം കിടക്കുന്നത്, എല്ലാ പുഴകളും ഭൂമിയൊക്കെ. വികസനം പോകുന്നത് എങ്ങനെയാണ്?
തെക്കുന്ന് വടക്കോട്ടാണ് റോഡ് കണക്ടിവിറ്റി, റെയിൽവേ എല്ലാം. അപ്പോൾ നമ്മുടെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾക്കും രീതികൾക്കും എഗെയിൻസ്റ്റ് എതിരായിട്ടാണ് നമ്മൾ വികസനം നടത്തുന്നത്. അങ്ങനെ പറ്റുകയുള്ളൂ. അല്ലപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ കാട് വഴി വികസിപ്പിച്ച് പോകാൻ പറ്റില്ലല്ലോ, അഗസ്ത്യമല വരെയല്ലേ പോകാൻ പറ്റുള്ളൂ. വടക്കോട്ട് കാസർഗോട്ടോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ പറ്റൂ, ഭൂമിശാസ്ത്ര പ്രത്യേകത കൊണ്ട്. അതിൽ തെറ്റല്ല, അങ്ങനെ പറ്റൂ നമുക്ക്. പക്ഷേ നമുക്ക് ഇത് പ്രളയം വന്നു, ഓഹി വന്നു, വരൾച്ച വന്നു, ഉരുൾപൊട്ടൽ വരുന്നു. ഇതൊക്കെ വന്ന പുതിയ സാഹചര്യത്തിൽ പുതിയ പുതിയ പ്രോജക്റ്റുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലവട്ടം ചിന്തിക്കണം. വലിയ അത്യാധുനിക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ആലോചിക്കണം. പ്രിക്കോഷൻ മിഷൻസ് വലുതിനെക്കുറിച്ച് ആലോചിക്കണം. അങ്ങനെ പലതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാതെ സാധാരണ റോഡ് പണിയുന്നത് പോലെ സാധാരണ NH പണിയുന്ന പോലെ പണിതു വെച്ചാൽ കർണാടകത്തിൽ സംഭവിച്ച പോലെ ഇരിക്കും. സാധാരണ സ്ഥലത്ത് NH പണിയും പോലെയാണ് കർണാടകത്തിലും പണിഞ്ഞു വെച്ചിരിക്കുന്നത്. കർണാടകത്തിൽ ഇതിങ്ങനെ അപകടം വരുമെന്ന് അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടുകളിൽ. അതുകൊണ്ട് റോഡ് പണിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചുള്ള റോഡല്ല അവിടെ പണിതത്. അതുകൊണ്ട് ലോകത്ത് എത്രയോ രാജ്യങ്ങളിൽ തുരങ്കപാതയുണ്ട്, കടലിൻ്റെ അടിയിൽ കൂടെ പാതയുണ്ട്, കടലിൻ്റെ അടിയിൽ ഹോട്ടലുണ്ട്, മലകൾ കഴിഞ്ഞ് അടുത്ത മലയിലേക്ക് പോകാനുള്ള വിസ്മയങ്ങളുണ്ട്. ലോക വിസ്മയങ്ങൾ നമ്മൾ നെറ്റിലൊന്ന് അടിച്ചു നോക്കിയാൽ വലിയ വിസ്മയങ്ങളുണ്ട്. പക്ഷേ അത്രയും അത്യന്താധുനികമായ എന്തും ചെയ്തിട്ടുണ്ടവർ. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. നമുക്കതൊന്നും ചെയ്യാനുള്ള പണവുമില്ല, കഴിവുമില്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ പ്രോജക്റ്റുകളെ സംബന്ധിച്ചുള്ള അതിൻ്റെ പാരിസ്ഥിതികാഘാതം, അതിൻ്റെ സാമൂഹ്യാഘാതം, അതുകൊണ്ടുണ്ടാക്കുന്ന ദുരന്തങ്ങൾ, സാധ്യതകൾ, അതിലേതാണ് കൂടുതൽ, ദുരന്തമാണോ സാധ്യത കൂടുതൽ, കുറവാണോ ദുരന്തം, ഇതൊക്കെ പരിശോധിച്ചിട്ട് വേണം പുതിയ പ്രോജക്റ്റുകളെക്കുറിച്ച് ചെയ്യാൻ. അല്ല അഡമൻ്റായിട്ടൊരു പ്രൊജക്റ്റ് വേണോ വേണ്ടെന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ഫണ്ടമെൻ്റലിസം ഒന്നുമില്ല, പരിസ്ഥിതി ഫണ്ടമെൻ്റലിസം വല്ലതും ഉണ്ടോ? ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നേടിത്തന്ന എല്ലാ ആനുകൂല്യങ്ങളും എടുക്കുന്ന മനുഷ്യർ മൊബൈൽ വരെയുള്ള, ഇപ്പോൾ ക്യാമറയിലിരുന്നില്ലേ നമ്മൾ സംസാരിക്കുന്നത്, മൊബൈലിൽ ഉപയോഗിച്ചല്ലേ സംസാരിക്കുന്നത്, ഈ ലൈറ്റും സംവിധാനങ്ങളും എല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യ നേടിത്തന്നതല്ലേ? അപ്പോൾ അല്ലാതെ വെറും പ്രകൃതി മാത്രം സംരക്ഷിച്ച് പോട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രകൃതിയും വേണം, വികസനവും വേണം. അപ്പോൾ വികസനം വേണം, അതോടൊപ്പം പ്രകൃതിയും കൂടെ വേണമെന്നാണ് പ്രകൃതി നമ്മളോട് പറയുന്നത്. എന്നെക്കൂടി സംരക്ഷിക്കൂ, വെള്ളം പറയുകയാണ്. എന്നെക്കൂടി കൈകാര്യം ചെയ്യൂ, മണ്ണ് പറയുകയാണ്. എന്നെക്കൂടി ഒന്ന് നിലനിർത്തൂ, മലകൾ നമ്മളോട് പറയുകയാണ്. എനിക്ക് ഒഴുകാൻ സ്ഥലം തരൂ, പുഴകൾ നമ്മളോട് പറയുകയാണ്. ഞാനൊന്ന് പ്രളയ സമയത്ത് കയറി കിടന്നോട്ടെ, പുഴകൾ നമ്മളോട് പറയുകയാണ്. പ്രളയ തടത്തിലോട്ട് ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, ഞാൻ ഇറങ്ങിപ്പോവാം. പക്ഷെ അധിക വെള്ളം വരുമ്പോൾ ഞാനൊന്ന് കയറി ഉറങ്ങിക്കോട്ടെ കുറച്ച് സമയം, അതിനുള്ള പ്രളയത്തടം നിങ്ങൾ തരൂ എന്ന് പുഴ കരയുകയാണ്. ആ പ്രളയത്തടം തരൂല, ഞങ്ങൾ കയ്യേറും, നിങ്ങൾക്ക് ഒഴുകാൻ സമ്മതിക്കില്ല, ഞങ്ങൾ തടയണ കെട്ടി എല്ലാം ഇഞ്ഞെടുക്കും. മണ്ണാണോ, ഞങ്ങൾ കംപ്ലീറ്റ് ചുരന്നെടുക്കും. പാലിടിച്ച് പിഴിയുമ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ് പാലില്ലാത്ത പശുവിനെ ഇടിച്ച് പിഴിയും പോലെ അകടി വേദനിച്ച് കരയുമ്പോഴും പശു ചവിട്ടുമ്പോഴും എന്നാലും പാലെന്ന് പറഞ്ഞ് നമ്മൾ പിഴിയും. അങ്ങനെ പിഴിഞ്ഞാൽ പോകാൻ ഭൂമിക്ക്. അപ്പോൾ പുഴയുടെ വഴി കൊടുക്കുക, പുഴയുടെ തടങ്ങൾക്ക് അത് കുറച്ച് സ്ഥലം അതിനും കൊടുക്കുക, പിന്നെ മണ്ണിന് അതിൻ്റെ സ്ഥലം കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തുകൊണ്ട് പറ്റുന്ന നല്ല വികസനം വേണം എന്നാണ് പറയുന്ന ആളാണ് ഞാൻ വികസന വിരുദ്ധനല്ല, പരിസ്ഥിതി ഫണ്ടമെൻ്റലിസ്റ്റും അല്ല. രണ്ടും വേണമെന്ന് എല്ലാം വേണം. നമ്മൾ എത്രയോ രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, അവിടെ എല്ലാം നമ്മൾ വികസനം കാണുകയല്ലേ. പക്ഷേ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളാണ് അതൊക്കെ, സാങ്കേതിക വിദ്യകളുടെ വിസ്മയങ്ങളാണ്. അത് വിദഗ്ധരുടെ ഉപദേശം പരിഗണിച്ച് വിദഗ്ധമായ രീതിയിൽ, അതിവിദഗ്ധമായ രീതിയിൽ മോക്ക് ഡ്രില്ല് എല്ലാ വർഷവും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി മോക്ക് ഡ്രില്ലുണ്ട്. അപകടമൊക്കെ പിന്നെ വരുള്ളൂ, വരത്തൊന്നുമില്ല. മോക്ക് ഡ്രില്ലുണ്ട്, എല്ലാ വർഷവും ഉണ്ട്. പർട്ടിക്കുലർ ഡേറ്റ്, പർട്ടിക്കുലർ ടൈം അലാറം വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, അയ്യോ എന്തിനാ അലാറം വന്നത്, ഇറങ്ങി ഓടും. പിന്നെയാണ് അറിയണത് മോക്ക് ഡ്രില്ലാണെന്ന്. പരീക്ഷണമായിരുന്നു, അപകടം വന്നാൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് പഠിപ്പിക്കുകയായിരുന്നു നമ്മളെ. ഇവിടെ വല്ലതും ഉണ്ട്, ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ പോലും സീബ്ര ലൈൻ ഇട്ടിരുന്നാൽ സീബ്ര ലൈനിൻ്റെ അടുത്ത് പോയി നമ്മൾ ക്രോസ് ചെയ്യൂല. നമുക്ക് ഇഷ്ടമുള്ളിടത്തൂടെ ക്രോസ് ചെയ്യുള്ളൂ. ഈസ്റ്റ് ബോട്ടിലും പട്ടത്തുമൊക്കെ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, ഫ്ലൈ ഓവർ വെച്ചിട്ടുണ്ട്. എത്ര പേര് അതിനകത്ത് കയറുന്നു? സെൽഫി എടുക്കാൻ ആരെങ്കിലും കയറും, അല്ല എത്ര പേര് അതിനകത്ത് കയറുന്നു? അപ്പോൾ പഴയ ആളുകൾ ഇനി കയറത്തില്ല. പക്ഷെ പുതിയ തലമുറയെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ശാസ്ത്രം ഉപയോഗിക്കൂ, സാങ്കേതികത ഉപയോഗിക്കൂ, എഞ്ചിനീയറിംഗ് പിന്നെ പുതിയത് കണ്ടുപിടിക്കുകയും വേണം. എഞ്ചിനീയറിംഗ് വിസ്മയമെന്ന് ഞാൻ പറയുമ്പോൾ എഞ്ചിനീയറിംഗിൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചുകൊണ്ട് മലയും നിലനിർത്തി പാതയും കൂടെ കെട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ പാത ഉപേക്ഷിക്കണോ മല ഉപേക്ഷിക്കണോ തീരുമാനിക്കാം നമുക്ക്.
3-4 ഓപ്ഷൻ ഉണ്ട്. മല പൂർണ്ണമായി മാറ്റിക്കൊണ്ട് പാത നിർമ്മിക്കാം. മലയ്ക്ക് കേടുപറ്റിയാലും പറ്റട്ടെ എന്ന് പറഞ്ഞ് പാത നിർമ്മിക്കാം, തുരങ്കമാണെങ്കിലും. മലയും കൂടി സംരക്ഷിച്ചുകൊണ്ടും തുരങ്കം നിർമ്മിക്കാം. ഇനി മലയെ സംരക്ഷിച്ചുകൊണ്ട് തുരങ്കം നിർമ്മിക്കാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ടാണ് വരണമെങ്കിൽ കളയണം. ആ റിപ്പോർട്ട് വേണ്ട, വേറെ വഴി ആലോചിക്കണം, വേറെ പാത ആലോചിക്കണം. ഞാൻ വീണ്ടും പറയണം, നമുക്ക് വിമാനത്താവളങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാലെന്താണ് എൻ്റെ ഒരു ചിന്തയായിരിക്കും, ചിലപ്പോൾ കാടൻ ചിന്തയായിരിക്കും. കൊച്ചു കൊച്ചു വിമാനത്താവളങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ അത്ര സ്ഥലമല്ലേ പോകുള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിന് എത്ര സ്ഥലം പോകുന്നു? കുറച്ച് സ്ഥലത്തല്ലേ പോയിട്ടുള്ളൂ, അത്ര ഏരിയയിലേ പോയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ചെറിയ വിമാനത്താവളം മതി, ഹെലികോപ്റ്ററും എയർ ബസ്സും ഒക്കെ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ചെറിയ സമയം. അതുപോലെ റെയിൽവേ ഇപ്പോൾ പോകുന്നത് ഒരു പർട്ടിക്കുലർ ലൈനിൽ കൂടെയാണ്. അത് മോണോ റെയിലൊക്കെ നമുക്ക് ആലോചിക്കണം. NH വഴിയും കൊട്ടാരക്കര വഴിയും മറ്റു സ്ഥലങ്ങളൊക്കെ വഴി മോണോ റെയിൽ ആലോചിക്കാം. അപ്പോൾ ഇത്രയും കാർ റോഡിൽ ഇറങ്ങില്ല, ഇത്രയും ബസ് റോഡിൽ ഇറങ്ങില്ല, പൊല്യൂഷൻ ഇത്രയില്ല. അതുപോലെ കപ്പൽ ഗതാഗതം നമുക്ക് ആലോചിക്കണം, വഞ്ചിയിലെ ഗതാഗതം ആലോചിക്കണം. തിരുവനന്തപുരം മുതൽ ഷൊർണൂർ വരെ പാർവതി പുത്തനാർ വഴി പോകാം, വാട്ടർവേ. അതൊക്കെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് എടുക്കും. ഈ ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3, ഓപ്ഷൻ 4. ഓപ്ഷൻ 1 ഞാനീ പറഞ്ഞോളെ, കുന്നിടിച്ചും ഇങ്ങനെ ചെയ്യാം. ഓപ്ഷൻ 2 കുന്നിൻ്റെ ഇത്ര ഭാഗം സംരക്ഷിച്ച് ചെയ്യാം. ഓപ്ഷൻ 3 ഇങ്ങനെ എടുക്കുമ്പോൾ ശരി, ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്കിത് വേണ്ട. ദാറ്റ്സ് എ സയൻറ്റിഫിക് ഡിസിഷൻ, അല്ലാതെ പൊളിറ്റിക്കൽ ഡിസിഷൻ ആവരുത്. അവിടെ ഒരു തുരങ്കം വരട്ടെ, അവിടെ ഒരു പാലം വരട്ടെ, അവിടെ ഒരു തോട് വരട്ടെ, അവിടെ റോഡ് വരട്ടെ. അത് പണിയുമ്പോൾ എനിക്ക് എത്ര പൈസ കിട്ടും? ഉദ്യോഗസ്ഥന്മാർ വിചാരിക്കണം നമ്മൾ കണ്ണടച്ച് കൊടുക്കാം, എഞ്ചിനീയർമാർ വിചാരിക്കണം നമുക്ക് കണ്ണടച്ച് കൊടുക്കാം, റിപ്പോർട്ട് എഴുതണം വിചാരിക്കും നമുക്ക് കണ്ണടയ്ക്കാം, നമുക്കും പോരട്ടെ പണം, എനിക്കും കിട്ടട്ടെ പൈസ എന്ന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പും കോൺട്രാക്ടറും ഈ നമ്മുടെ എഞ്ചിനീയറിംഗ് സംവിധാനവും എല്ലാവരും കൂടി ചിന്തിച്ചാൽ സമൂഹത്തിന് ദുരന്തമല്ലേ വരത്തുള്ളൂ. അപ്പോൾ ചിന്തിക്കാം. തിരിച്ചാണ് ഞാൻ പറയണത്. ഇനി ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 10 ലക്ഷം രൂപയുടെ ഒരു വർക്കുണ്ടെന്ന് വിചാരിക്കുക, ഒരു റോഡ് വർക്ക്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം 10 ലക്ഷം രൂപയുടെ വർക്കുണ്ടെങ്കിൽ 12 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. എന്നിട്ട് 2 ലക്ഷം രൂപ മിസലേനിയസ് പൈസ എന്ന് ഇട്ടേക്കണം. ഈ 2 ലക്ഷം രൂപയാണ് അഴിമതിക്ക് വേണ്ടി. കമ്മീഷൻ, അഴിമതി ഞാൻ പറയുന്നില്ല, കമ്മീഷൻ. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും ചെറിയ കമ്മീഷൻ, ഉദ്യോഗസ്ഥനും കമ്മീഷൻ കൊടുക്കുക. 20%, 10% നിങ്ങൾ കമ്മീഷൻ കൊടുത്തോ, 20%. 12 ലക്ഷം രൂപ എസ്റ്റിമേറ്റ്. 10 ലക്ഷം രൂപയ്ക്ക് വർക്ക് പണിയാണ് നിങ്ങളുടെ. ഇതിപ്പോൾ എന്താ സംഭവിക്കുക? 10 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഇട്ടു. ഒരാൾ 10 ലക്ഷം രൂപ കോട്ട് ചെയ്ത് അയാൾ കൊടുക്കില്ല, ഒരാൾ 8 ലക്ഷം കോട്ട് ചെയ്ത് അയാൾ കൊടുക്കും. അങ്ങനെയാണല്ലോ, ലോവസ്റ്റ് ടെൻഡറാണല്ലോ. 8 ലക്ഷം കോട്ട് ചെയ്യുന്നവ വാങ്ങിച്ചിട്ട് പോയിട്ട് എന്ത് ചെയ്യും? 2 ലക്ഷം കൂടെ പൊളിറ്റിക്കൽ ലീഡർക്ക് 1 ലക്ഷം കൊടുത്തിട്ടാണ് അവൻ ഈ ടെൻഡറിൽ കയറാൻ പറ്റിയത്. അതിന് ടെൻഡറിൽ കയറാനുള്ള യോഗ്യതയില്ല. അതിന് ഇളവ് ചെയ്ത് കൊടുത്തത്, കമ്പ്യൂട്ടറിൽ ഒരു ശകലം ഇളവ് ചെയ്ത് കൊടുത്തത് അവിടുത്തെ ഉദ്യോഗസ്ഥനാണ്. അവനും കൊടുത്തു 50,000. ഇളവ് ഞാൻ കണ്ടുകൊണ്ടിരുന്ന പിയൂണുണ്ട്, അയാൾക്കും കൊടുത്ത് 10,000. ഇതെല്ലാം കഴിഞ്ഞ് പഞ്ചായത്തിലെ രാഷ്ട്രീയ നേതൃത്വം അവർക്കും എല്ലാം കൂടെ 2 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു. കൊടുത്തിട്ട് കോൺട്രാക്റ്റ് ഇങ്ങനെ വന്ന് എങ്കിൽ വിചാരിച്ചു 6 ലക്ഷം രൂപയെങ്കിലും ഉണ്ടല്ലോ 8 ലക്ഷത്തിൽ. ജോലി അങ്ങോട്ട് തുടങ്ങുമ്പോഴാണ് അമ്പല കമ്മിറ്റി, റെസിഡൻസ് അസോസിയേഷൻ, ഞാൻ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, അമ്പല കമ്മിറ്റി പഴയ സെക്രട്ടറിയാണ്, അമ്പല കമ്മിറ്റി, റെസിഡൻസ് അസോസിയേഷൻ, ലൊട്ടിലൊടുക്ക് ലുധിയാന വഴിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ്. ഒരു നേതാവേ കാണുള്ളൂ പാർട്ടിക്ക്, ഒരുപാട് നേതാക്കളില്ല. അയാൾ പക്ഷേ പിരിവിൻ്റെ ആളായിരിക്കും. ഇവർ വന്ന് ഉടനെ ചെറിയ കൂപ്പൺ കൊടുക്കും. അപ്പം കോൺട്രാക്ടർ എന്ത് ചെയ്യും? ചെറിയ ആളിന് ചെറിയ പൈസ, വലിയ ആളിന് വലിയ പൈസ, വലിയ പാർട്ടിക്ക് വലിയ പൈസ, ചെറിയ അമ്പലത്തിന് ചെറിയ പൈസ, വലിയ അമ്പലത്തിന് വലിയ പൈസ, ഇങ്ങനെ കൊടുത്തിട്ട് അതും ഒരു 1 ലക്ഷം രൂപ പുള്ളിക്ക് പോയി കഴിയും. 10 ലക്ഷം രൂപ വർക്ക് 2 ലക്ഷം രൂപ ആൾറെഡി ആദ്യം പോയി, 1 ലക്ഷം രൂപ ഇങ്ങനെ സംഭാവന പോയി, 5 ലക്ഷം രൂപയിൽ പുള്ളി പണിയാൻ തുടങ്ങും. പുള്ളിക്ക് ലാഭം വേണ്ടേ? പുള്ളി ഇതെല്ലാം എവിടെ കോംപ്രമൈസ് ചെയ്യും? റോഡിൽ കോംപ്രമൈസ് ചെയ്യും. പിറ്റേ ദിവസം കുഴിയാവുമ്പം ഇയാളെ ഉടനെ ജനങ്ങളായി ബഹളമായി, നിങ്ങളെപ്പോലുള്ള മീഡിയയായി, വേണ്ട ബഹളമായി, കുഴിയാകുമ്പോൾ നടപടി എടുക്കണമെന്നായി. ആര് നടപടി എടുക്കും? ഉദ്യോഗസ്ഥൻ നേരത്തെ ശാലം വാങ്ങിച്ചിരിക്കുകയല്ലേ ഇതിനകത്ത്, നടപടി എടുക്കില്ല. ഇനി വേറെ ഉദ്യോഗസ്ഥൻ വന്നെന്ന് വിചാരിക്കുക, ഇയാൾ പോയി വേറെ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ വന്നാൽ പൊളിറ്റിക്കൽ പാറ്റേണേജ് കിട്ടും, അവർ കൈകാര്യം ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കൂ, ഒരു ഇലക്ഷൻ സമയത്ത് പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ ഒരു ഇലക്ഷൻ സമയത്ത് ഒരു കോൺട്രാക്ടറുടെ അടുത്ത് ചോദിക്കണം, സാർ ആർക്കൊക്കെ പൈസ കൊടുക്കുമെന്ന്. ഒരു കോൺട്രാക്ടർ പൈസ കൊടുക്കുമെങ്കിൽ, ഞാൻ കോൺട്രാക്ടറാണെങ്കിൽ എൻ്റെ സ്വകാര്യ ഡയറിയിൽ എന്ത് കാണും? മണിച്ചൻ്റെയൊക്കെ സ്വകാര്യ ഡയറിയിൽ എഴുതിയിരുന്നല്ലോ, XY ഇത്ര ലക്ഷം രൂപ കൊടുത്തു, XY എന്തെന്ന് ഞാൻ വേറെ ഡയറിയിൽ എഴുതി വെച്ചേക്കും. ചിലപ്പോൾ ഷോർട്ട് ഫോമൊക്കെ ഇടും.
ആളുകൾ അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആ ഷോർട്ട് ഫോം എന്നെ കൊണ്ട് പറയുന്നത്. പല പേരുകൾ ഇടിക്കും, ഇട്ടിട്ട് ഷോർട്ട് ഫോമുകൾ ഇടിക്കും, ഇട്ടിട്ട് പൈസ കൊടുത്താലും എഴുതും. ഏതെങ്കിലും ഒരു മുതലാളി, ഞാൻ മുതലാളിയാണെന്ന്, ഞാൻ എന്നെ ചേർത്ത് പറയാം, മുതലാളിയാണെന്ന് വിചാരിക്കും, ഞാൻ പണം കൊടുത്തു. പണം കൊടുത്താൽ എൻ്റെ ഓർമ്മയിൽ എന്തുണ്ട്, എനിക്കൊരു സമയം വരുമ്പോൾ ഞാൻ ആ റിട്ടേൺസ് വാങ്ങിച്ചിരിക്കും, ആ പൊളിറ്റിക്കൽ ലീഡറെ കൊണ്ട് സാധിപ്പിച്ചെടുത്തിരിക്കും. അതുകൊണ്ട് നമ്മുടെ വികസനത്തിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കരാർ അവിശുദ്ധ ബന്ധമുണ്ട്, നല്ല ബന്ധമുണ്ട്. നല്ല പൊളിറ്റിക്കൽ ഉദ്യോഗസ്ഥ കരാർ ബന്ധം, നല്ല കരാറുകാരുണ്ട്. നമ്മൾ കരാറുകാരെല്ലാം അവിശുദ്ധമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇവിടെ എത്രയോ മഹാന്മാരായ കരാറുകാരുണ്ട്, അവർ തന്നെയാണ് ഇത് പണിത് തന്നത്. സർക്കാരല്ല എല്ലാം പണിത്, കരാറുകാർ തന്നെ പണിത്. സത്യസന്ധമായി കമ്മീഷൻ കൊടുത്ത് പണിയുന്ന കരാറുകാരുണ്ട്, ജോലിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത കരാറുകാരുണ്ട്. പക്ഷേ അവിശുദ്ധമായ കൂട്ടുകെട്ടിൽ പെടുന്ന കരാറുകാരുമുണ്ട്. പൊളിറ്റിക്കൽ ബ്യൂറോക്രാറ്റിക് കരാറുകാരുടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. അത് റോഡ് കാണുമ്പോൾ അറിയാം അത് ഏത് കരാർ രീതിയിലാണത് പണിതിരിക്കുന്നതെന്ന്. അല്ലെങ്കിൽ പാലം കാണുമ്പോൾ അറിയാം പഞ്ചവടി പാലമാണോ നല്ല പാലമാണോ എന്ന് അറിയാൻ പറ്റും. പക്ഷേ നമുക്കിതൊക്കെ അറിയാൻ പറ്റും. കെട്ടിടം പണിത്, സ്കൂൾ കെട്ടിടം പണിത് 4 ദിവസം കഴിയുമ്പോൾ ഇടിഞ്ഞ് വീഴണേ വിചാരിച്ചോണം ഇത് അവിശുദ്ധ കരാറുകളിൽ വന്ന പദ്ധതിയാണ്. അതുകൊണ്ടാണ് സിമൻറ്റ് കുറഞ്ഞത്, പിന്നെ മണൽ കുറഞ്ഞത്, എല്ലാം കുറഞ്ഞത് 4 ദിവസം കഴിയുമ്പോൾ താഴെ വരുന്നത്. ഇതുണ്ട് വികസനത്തിൽ. ഇന്ദിരാഗാന്ധി പണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു, അഴിമതിയെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂ ഒരു പത്രലേഖകൻ ചോദിക്കുന്നു, വൈ ദിസ് കൺട്രി ദിസ് മച്ച് ഓഫ് കറപ്ഷൻ. അപ്പോൾ ഇന്ദിരാഗാന്ധി പറയുന്നത് കറപ്ഷൻ ഈസ് എ പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ്. എവിടെ ആരോഗ്യമുണ്ടോ അവിടെ ലൈബോയ് ഉണ്ട്, ലൈബോയ് ഉള്ളിടത്ത് ആരോഗ്യമുണ്ട്. വികസനമുണ്ടോ അഴിമതിയുണ്ട്, അഴിമതിയുണ്ടോ എങ്കിലേ വികസനം നടക്കും. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, സാർ ഇലക്ഷൻ സമയത്ത് ഈ രാഷ്ട്രീയ പാർട്ടികൾ 1 കോടിയും 2 കോടിയും മുടക്കേണ്ടി വരുന്നത് കൊണ്ടല്ലേ ഈ അവർ ഇത്രയും കമ്മീഷൻ വാങ്ങിക്കേണ്ടി വരുന്നത്, അല്ല അവരെ കയ്യിൽ നിന്ന്. അപ്പോൾ ആലോചിക്കുക, ഇലക്ഷന് എന്ത് വേണ്ട, സ്ഥാനാർത്ഥിക്ക് 5 പൈസയും ചിലവാക്കാൻ പറ്റില്ല. ആരടിച്ചു കൊടുക്കും നോട്ടീസ്? ഗവൺമെൻറ് അടിച്ചു കൊടുക്കും. പോസ്റ്റർ ആരടിച്ചു കൊടുക്കും? ഗവൺമെൻറ് അടിച്ചു കൊടുക്കും. നിങ്ങൾ പോസ്റ്ററൊന്നും പഠിക്കണ്ട, ഒരു പൈസയും ചിലവാക്കാൻ പറ്റില്ല ക്യാൻഡിഡേറ്റിന് ആര് പൈസ ചിലവാക്കും? ജനങ്ങൾ. അപ്പം സർക്കാരിന് പൈസ എവിടെ നിന്ന്? 5 പൈസ 2 പൈസ ടാക്സ് വയ്ക്കുക, ഈ സെസ് വയ്ക്കുക, ഇലക്ഷൻ സെസ്. ഞാനൊരു പുതിയ ആശയം പറഞ്ഞാണ്. ഇലക്ഷൻ സെസ് ഉണ്ടല്ലോ, 1 രൂപ 2 രൂപ, ഒരു വോട്ടർ 2 രൂപ 1 രൂപ വയ്ക്കുക. അവർക്ക് ID കാർഡ് കൊടുക്കുമ്പോൾ 1 രൂപ 2 രൂപ വയ്ക്കുക. അപ്പോൾ കോടിക്കണക്കിന് രൂപ കിട്ടുമല്ലോ, ഖജനാവിലേക്ക് പൈസ പോകും. അതെടുത്ത് ഗവൺമെൻറ് ചിലവിൽ എന്ത് നടക്കട്ടെ, ഇലക്ഷൻ നടക്കട്ടെ. അപ്പോൾ സ്ഥാനാർത്ഥി പിരിക്കാനൊന്നും വേണ്ട. പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥ സർവീസുകാരിൽ അന്ന് മുതൽ രാഷ്ട്രീയത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ അവരുടെ സ്വത്ത് മുഴുവൻ എന്ത് ചെയ്യണം? ഓഡിറ്റബിളാണ്. മുഴുവൻ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, കൺകറൻറ്റ് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ കാർ വാങ്ങിച്ചാൽ അപ്പം എവിടെ നിന്നാണ് ഈ പൈസ, പുതിയ വീട് വെച്ചാൽ എവിടെ നിന്നാണ്, ഇങ്ങനെ കൺകറൻറ്റായിട്ട് മോണിറ്റർ ചെയ്യണം. കുറച്ച് പ്രയാസമാണ്, പക്ഷെ പ്രയാസമാണല്ലോ, ചെയ്തില്ലെങ്കിൽ വയസ്സായില്ലേന്നേ, സമൂഹം വയസ്സായിപ്പോയെന്നേ. ഇനി യൗവനത്തിലേക്ക് വരണമെങ്കിൽ കായ ചികിത്സ തന്നെ ചെയ്യണം. സാധാ ചികിത്സ കൊണ്ട് പറ്റത്തില്ല. മരുന്ന് കഴിക്കുക, പദ്യം നോക്കുക, കായ ചികിത്സ ഉണ്ടല്ലോ, ബുദ്ധിമുട്ടുള്ള ചികിത്സയാണ്. അത് ചെയ്യാൻ സമയമായി സമൂഹത്തിന്. അതാര് ചെയ്യും, ഏത് വിഷണറി ചെയ്യും, ഏത് പൊളിറ്റിക്കൽ ലീഡർ ചെയ്യും എന്നുള്ളത് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. അത് സമൂഹം തീരുമാനിക്കട്ടെ ആരാണ് ചെയ്യേണ്ടത്. ഇവിടെ ടെക്നോക്രാറ്റുകളെയും ആരും കൈകാര്യം ചെയ്യുന്നില്ല, അടുപ്പിക്കുന്നില്ല, സയൻറ്റിസ്റ്റുമാരെയും അടുപ്പിക്കുന്നില്ല. ഒരു പ്രളയവും ഒരു ഉത്സവമാണ് നമ്മൾ, ആഘോഷമാണ് നമ്മൾ, ആഘോഷങ്ങളുടെ ജനതയാണ്. അത് പറ്റത്തില്ല. ജനകീയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വല്ലാതെ ആഘോഷമാണ്, അത് പറ്റത്തില്ല. ശാസ്ത്രീയം, സാങ്കേതികവിദ്യ, കറപ്ഷൻ ഇല്ലാത്ത അവസ്ഥ, അതൊക്കെ കൊണ്ട് നമുക്കിതിനെ പിടിക്കാൻ പറ്റുള്ളൂ. അത് വലിയ പണിയാണ്.